PDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണോ? എന്ത് സംശയമൊക്കെ കാര്യത്തിന്? ജമാഅത്ത് ഇസ്ലാം ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടൊന്നുമല്ലല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആര്യാണ് മുഹമ്മദിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാര്യമില്ല. എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും കഴിഞ്ഞ 17-18 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഇപ്പോഴും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളതിൽ വർഗീയവാദികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ UDFൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് തന്നെയാണ് മഴവിൽ സഖ്യമെന്ന് ഞാൻ പറഞ്ഞത്. ആ സഖ്യം ശക്തിയായിട്ട് നിൽക്കുകയാണ്. എന്തിനാണ് പറയേണ്ട കാര്യം? PDPയും ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാ? അല്ല, സ്വീകരിക്കുകൊണ്ടോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് PDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണോ? എന്ത് സംശയമൊക്കെ കാര്യത്തിന്? ജമാഅത്ത് ഇസ്ലാം ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടൊന്നുമല്ലല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം.